ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നാഗകുലദേവതാ മന്ത്രം. നമ്മൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നാഗദേവതമാര് പ്രസാദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും നശിക്കാത്ത സമ്പൽ സമൃദ്ധി തറവാടിനുണ്ടാവും. സൽസന്താനങ്ങളെ ഉണ്ടാവും, ഐശ്വര്യപൂർത്തി ഉണ്ടാവും, പേര് കേൾവിയൊക്കെ അനുഭവിക്കേണ്ടതായി വരും. നാഗരാജാവിൻ്റെ, നാഗയക്ഷി അമ്മയുടെ അനുഗ്രഹമാണത്. അതിനാലാണ് ഭാരത സംസ്കൃതിയിലെ പുരാതന കാലം മുതലേ നാഗക്കാവുകൾ ഒരു തറവാട്ടിലുണ്ടാവും. ഇന്നിപ്പോൾ അത് അണുകുടുംബങ്ങളായി വിഭജിച്ചതിനാൽ അതിനൊക്കെ സൗകര്യങ്ങൾ കുറഞ്ഞു. കുറേ പേര് അതൊക്കെ ഈ സർപ്പക്കാവുകളൊക്കെ നീക്കം ചെയ്യാൻ തുടങ്ങി. അത് അന്നു മുതൽ തുടങ്ങി തറവാടിൻ്റെ ക്ഷയം. നാഗരാജാക്കന്മാരെ, മറ്റുള്ള ദേവീദേവന്മാരൊക്കെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നിത്യം പൂജിക്കണം. എന്നാൽ നാഗരാജാവ്, നാഗയക്ഷിയമ്മ എന്നീ സമ്പ്രദായങ്ങളെ ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമേ അവർക്ക് പൂജ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ വിളക്ക് കാണിക്കൽ മാത്രം. അവർ ശാന്തമായി വിശ്രമിക്കുന്ന ഒരിടമാണ്. അവിടെ എന്നും പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഇഷ്ടത്തിന് വിരഹിക്കാൻ, അവരുടെ ഇഷ്ടത്തിന് വിഹാരം ചെയ്യാൻ അനുവദിച്ചാൽ മതി. ഇന്നിപ്പോൾ പല ക്ഷേത്രങ്ങളിലും നിത്യം പൂജിക്കുന്ന ഒരവസ്ഥ, അത് എത്രമാത്രം ശരിയാണ് എന്ന് ഒന്നുകൂടെ ആലോചിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ദേവൻ്റെ ഒരു ദിവസമാണ് നമ്മുടെ ഒരു വർഷം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതൊക്കെ വീണ്ടും വിചാരം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നാഗരാജാക്കന്മാരുടെ അനുഗ്രഹം നമ്മുടെ തറവാടിന് വേണമെന്ന് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. ആ നാഗരാജാവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവാൻ വേണ്ടി, ഈ അണുകുടുംബങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു മന്ത്ര കർമ്മമാണ് ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ്. നാഗരാജാവിനെ നിത്യം നമ്മൾ ആരാധിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ മൂലമന്ത്രങ്ങൾ ജപിക്കുക, ഐശ്വര്യപൂർത്തി വരും. നമ്മൾക്ക് ധനബന്ധനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ബന്ധനം വിടും. നമ്മൾക്കറിയാം, ഒട്ടുമിക്ക മന്ത്രവാദികൾക്കും അറിയാൻ പറ്റും, കർമ്മികൾക്ക് അറിയാൻ പറ്റും, ജ്യോത്സ്യന്മാർക്കൊക്കെ അറിയാൻ പറ്റും. കെട്ടഴിക്കും തോറും കെട്ട് കൂടി വരുന്ന ഒരു ബന്ധനമാണ് നാഗബന്ധനം. ഈ നാഗബന്ധനം ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ കുടുംബത്തിനോ, നമ്മളുടെ ധനപരമായ കാര്യങ്ങളിലോ, വൈവാഹിക കാര്യങ്ങളിലോ, ചെയ്യുന്ന തൊഴിലിലോ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം വളരെ 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 കഷ്ടത്തിലായിരിക്കും. അതിന് പ്രത്യേകിച്ചുള്ള നാഗരാജാ ദോഷങ്ങൾ തീരുന്ന മന്ത്രങ്ങളും കർമ്മങ്ങളും പൂജകളും പാൽപ്പായസ ഹോമങ്ങളും തന്നെ ചെയ്യണം എന്നാണ് പറയുക. എന്നാണ് താന്ത്രിക വിധിയിൽ പറയുന്നത്.
അത്തരത്തിൽ നമ്മൾ ധനബന്ധനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, ഗൃഹബന്ധനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, കലഹബന്ധനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തീരുന്ന, നിശേഷം മാറ്റാവുന്ന ഒരു നാഗരാജ മന്ത്രമാണ് ഇന്നത്തെ എൻ്റെ വിഷയം. നമ്മൾക്കറിയാം, നാഗരാജാവ്, നാഗയക്ഷി, അതുപോലെ തന്നെ രണ്ട് നാഗരാജാക്കന്മാരുണ്ടെന്ന് പറയുന്ന, ഒന്ന് അനന്തനും ഒന്ന് വാസുകി. അനന്തൻ എന്ന് പറയുന്നത് വൈഷ്ണവനാഗങ്ങളും വാസുകി എന്ന് പറയുന്നത് ശൈവനാഗങ്ങളും. കരിനാഗം എന്നൊക്കെ പറയുന്നത് ശൈവനാഗത്തിൽപ്പെടുന്ന വിഭാഗമാണ്. വൈഷ്ണവനാഗത്തിലെ നാഗങ്ങളാണ് അനന്തനും നാഗരാജാവും എന്നൊക്കെ പറയുന്ന രീതി. ഈ മന്ത്രം നമ്മൾ എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് വെച്ചാൽ, അതികാലത്ത് നമ്മൾ എഴുന്നേറ്റ്, നമ്മൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ ദീപമൊക്കെ തെളിയിച്ച് നമ്മളുടെ നിത്യവിധാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മനസ്സ് കൊടുത്ത് ഈ ഭൂമിയിലെ രാജാക്കന്മാരായ ഈ നാഗരാജാവിൻ്റെ പ്രീതി നമ്മൾക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഷ്ടനാഗദോഷങ്ങളും തീർന്ന്, അഷ്ടനാഗത്തിൽ വാസുകി, അനന്തൻ, കാർക്കോടകൻ എന്നൊക്കെ പറയുന്ന, ഗുളികൻ എന്ന് പറയുന്ന അഷ്ടനാഗദോഷങ്ങളും തീർന്ന് എൻ്റെ കടങ്ങളെല്ലാം വീട്ടി എനിക്ക് ഐശ്വര്യപൂർത്തി തന്ന് നാഗബന്ധനങ്ങൾ തീർത്തു തരണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി നാഗരാജാവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ധനപരമായ ബന്ധനം, നാഗബന്ധനം തീർന്ന് നിങ്ങൾക്ക് ഐശ്വര്യപൂർത്തി വരും. ഓം നമോ ഭഗവതേ നാഗേശ്വരായ സുരബലായ ശോകനാശകായ നാഗകുലശ്രേഷ്ഠായ മഹാബലായ അഷ്ടനാഗകുലശ്രേഷ്ഠായ വിശ്വാത്മനേ ഗദ്രുപുത്രായ നാഗനാഥായ നമഃ. ഈ മന്ത്രം നിത്യം 21 ഉരു ജപിച്ച് നിങ്ങളുടെ ജീവിത രീതികളിലേക്ക് മാറുക. തീർച്ചയായും നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അഭിവൃദ്ധി വരും. നിങ്ങളുടെ കടങ്ങളെല്ലാം തീരും. 21 ദിവസം നമ്മളിത് 21 തവണ ചൊല്ലി നിങ്ങൾ നോക്കുക. ഫലമില്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, ഫലമുണ്ടാവും, ഉറപ്പാണ്. ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ നിത്യം അതൊരു നമ്മുടെ നിത്യ ആചാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഐശ്വര്യപൂർത്തി ഭഗവാൻ നിങ്ങൾക്ക് തരും. നാഗരാജാവ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കൺകണ്ട ദൈവങ്ങളാണ് നാഗരാജാക്കന്മാരും നാഗേശ്വരിയും. ഈ മന്ത്രങ്ങളെല്ലാം ശുദ്ധിയോടുകൂടി പാലിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ടൊന്നും തടസ്സമില്ല. സ്ത്രീകളാണെങ്കിൽ പീരീഡ് സമയത്ത് ചൊല്ലാൻ പാടില്ല, കാലത്താണ് ഉത്തമം. ഇനി ഇത് നമ്മൾക്ക് നിത്യം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ മാസത്തിലെ ആയില്യം നാളിലെങ്കിലും 21 തവണ ചൊല്ലുക. തീർച്ചയായും നിങ്ങളുടെ നാഗബന്ധനം തീർന്ന് നിങ്ങളുടെ കടങ്ങൾ വീടും. ഒരുപാട് പേര് കടങ്ങളെക്കുറിച്ച് എങ്ങനെയാ കടം വന്നതെന്നൊക്കെ ആവലാതി പൂണ്ട് പല പല പൂജകളും ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇത് ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ ധനസ്രോതസ്സിൻ്റെ ബന്ധനം തീർന്ന് ധനം വരാൻ തുടങ്ങും.
എല്ലാവരെയും നാഗരാജാവും നാഗേശ്വരിയമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം പറയണം. അവരെ കൊണ്ട് ലൈക്ക് ചെയ്യിക്കണം, സബ്സ്ക്രൈബ് ചെയ്യിക്കണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.